KPCC അധ്യക്ഷന് ഇത്തരം ഒരു ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തെ അതിൻ്റെ ഗൗരവത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഈ പ്രസ്താവനയിലൂടെ ബോധ്യപ്പെടുന്നത്. ഇത് കേരളത്തിലെ ഒരു സാമൂഹ്യ വിഷയമാണ്. ഇന്ത്യയിലാകെ ലോകത്ത് തന്നെയുള്ള ഒരു വിഷയമാണ് ഈ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം എന്നത്. അത് ചില സന്ദർഭങ്ങളിൽ വലിയ തോതിൽ നമ്മുടെ ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ രൂക്ഷമാവും. അത് രൂക്ഷമാവാൻ സഹായകരമായതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നടപടിക്രമങ്ങൾ. സംസ്ഥാനത്തിന് നേരിട്ട് ഇടപെട്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും സവിശേഷതയ്ക്കനുസരിച്ച് ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര നിയമം തടസ്സം നിൽക്കുന്നു. ഇതാണിപ്പോൾ ഈ വന്യമൃഗ പ്രശ്നത്തിൻ്റെ കാതലായ ഭാഗം. അതാണ് നിയമപരമായ ഇടപെടൽ, വ്യവസ്ഥാപിതമായ ഇടപെടൽ ഗവൺമെൻറ് നടത്തുമ്പോൾ അതിൻ്റെ മുന്നിലെ തടസ്സം കേന്ദ്ര നയവും കേന്ദ്ര നിലപാടുകളും കേന്ദ്ര നിയമങ്ങളുമാണ്. സ്വാഭാവികമായും ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് നിയമമാണ് ഇതിൻ്റെ പരിമിതി എന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ, ജനങ്ങൾ അനുഭവിക്കില്ലേ. അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ പ്രായോഗികമായ ഇടപെടലുകളാണ് കേരളത്തിലെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ വളരെ ക്ഷുദ്രജീവികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു. ഈ പന്നിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ഈ പ്രശ്നത്തിന് ലഘൂകരിക്കാൻ സഹായകരമാണ്. ഇനിയും കൂടുതൽ സ്റ്റെപ്പുകൾ എടുക്കേണ്ടതുണ്ട്. അപകടകാരിയായ വന്യമൃഗങ്ങളെ നേരിടാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് സംസ്ഥാന ഗവൺമെൻറ് എടുക്കേണ്ട ആ മുൻകൈയാണ് ഇവിടെ മന്ത്രിസഭാ തീരുമാനത്തിലൂടെ നമ്മൾ എടുക്കേണ്ടത്. ഈ ഗവൺമെൻറ്റിന് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും അവസരവാദപരമായതോ അയവേറിയതോ ആയ സമീപനമില്ല. അപ്പോൾ ഈ പ്രശ്നത്തെ ഗൗരവപൂർവ്വം കേരള ഗവൺമെൻറ് കാണുന്നു എന്നതാണ് ഈ മന്ത്രിസഭാ തീരുമാനം വരുന്നത്. അത് കോൺഗ്രസിനെ പോലെ ലോകാവസാനം വരെ അവസരവാദമുള്ള ഒരിക്കലും ശരിയായ നിലപാടുകളില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പുള്ള KPCC പ്രസിഡന്റുമാരെ പോലെ തന്നെ അപക്വമതിയാണ് ഇപ്പോൾ വന്ന KPCC പ്രസിഡന്റുമെന്ന് തെളിയിക്കുന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയെന്ന് നമ്മൾ കണ്ടാൽ മതി. ഇന്ന് ഇപ്പോൾ MP ഗോവിന്ദൻ ദേശാഭിമാനി ലേഖനത്തിൽ ഒരു ഗുരുതരമായ ആരോപണമാണ് UDF സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. 2021 VV പ്രകാശിനെ കാലുവാരിയത് ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണെന്നാണ് അദ്ദേഹം ആ ലേഖനത്തിൽ ആരോപിക്കുന്നത്. അപ്പോൾ CPM ആണ് അതിൻ്റെ, അല്ലെങ്കിൽ LDF ആണ് അതിൻ്റെ ഒരു റിസീവിംഗ് എൻഡിൽ ഉള്ളത്. അതിൻ്റെ ഒരു വിജയം അങ്ങനെയാണ് സംഭവിച്ചതെന്നാണോ? ആര്യാടൻ കാലുവാരിയത് കൊണ്ട് മാത്രമാണോ LDFന് വിജയിക്കാനായി? അല്ല, LDF ഇവിടെ ജയിക്കാനിടയായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകളാണ്. ഇപ്പോൾ ഈ നിലമ്പൂരിൽ കഴിഞ്ഞ 1.5 ദശാബ്ദമായിട്ട് നമ്മൾ നോക്കിയാൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ക്രമപ്രവൃത്തമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ലോക്കൽ ബോഡീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിലമ്പൂരിൽ നേരത്തെ ഒരു പഞ്ചായത്ത് പോലും നമ്മൾ ജയിക്കാതെ പോയ അനുഭവമുണ്ട്. ഇവിടുത്തെ ഈ പഞ്ചായത്തുകളിൽ ഒന്നിൽ പോലും ഇടതുപക്ഷം ജയിക്കാത്ത തെരഞ്ഞെടുപ്പുകളാണ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2-3 തവണയായിട്ട് നമ്മൾ നോക്കിയാൽ ക്രമപ്രവൃത്തമായിട്ട് നമ്മൾ ജയിച്ചു പോകുന്നു. ഇപ്പോൾ ഇവിടെ നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ മതന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള മുനിസിപ്പാലിറ്റിയാണ്. പക്ഷേ ഈ മുനിസിപ്പാലിറ്റിയിൽ ആ ജനവിഭാഗങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് LDFന് കിട്ടിയത്. അപ്പോൾ പിന്നെ ഈ വിവിധ പഞ്ചായത്തുകൾ നോക്കിയാലും കാണാൻ കഴിയും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുള്ളതാണ് ഇപ്പോൾ ഭൂരിപക്ഷം പഞ്ചായത്തുകളുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നെക്ക് ടു നെക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇവിടെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളിടത്ത് റിസീവിംഗ് എൻഡിൽ ആരാ പോവുക? തളർന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ജനപിന്തുണയിൽ വലിയ ഇടിവ് സംഭവിക്കേണ്ടായി. കോൺഗ്രസിൻ്റെ ജനപിന്തുണയിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകളിലെ അവസരവാദിത്വം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി. അപ്പോൾ കോൺഗ്രസിൻ്റെ പിന്നിൽ നിന്ന് ജനങ്ങൾ നല്ലൊരു വിഭാഗം ഇടതുപക്ഷത്തേക്ക് വന്നു. അതോടൊപ്പം ചില വർഗീയ ഘടകങ്ങളും ശക്തിപ്പെടാൻ അത് സാഹചര്യമൊരുക്കി. ഇവരുടെ ഈ അവസരവാദം എല്ലാ കാലത്തും വിവിധതരം വർഗീയതകളെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് ഈ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ വർഗീയതയുടെ സ്വാധീനം അതിൻ്റെ ഭാഗമായിട്ട് വർദ്ധിക്കും. ഈ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് അവഗണിക്കാനാവാത്തൊരു ഘടകമായിരുന്നു കോൺഗ്രസിനകത്തുള്ള തർക്കങ്ങൾ. കോൺഗ്രസിനകത്ത് തർക്കം ഉണ്ടാവും. കോൺഗ്രസിനകത്ത് തർക്കം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തർക്കത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാവും, രാഷ്ട്രീയ തീരുമാനങ്ങളിലും ഉണ്ടാവും. അത് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഗോവിന്ദൻ മാഷ് ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊരു രാഷ്ട്രീയ കൊടുക്കലും അങ്ങനെയല്ല, മറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലപാടുകളിലുള്ള വൈരുദ്ധ്യവും ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നിരന്തരമായ അവസരവാദ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ തുടർന്ന് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള പരസ്പര തർക്കങ്ങളും എല്ലാം ചേരുന്നതാണത്. അതിൽ സാഹചര്യം കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും വലിയ സാഹചര്യമാണ് കാണുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
കോൺഗ്രസ് നിലമ്പൂരിൽ ദുർബലപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഈ കുടുംബാധിപത്യപരമായിട്ടേ അവർ പോയിട്ടുള്ളൂ. ഈ ഡൽഹിയിൽ കുടുംബാധിപത്യത്തിൻ്റെ ഒരു പ്രതിഫലനം ചെറിയതുപോലെ ഇവിടെ നിന്ന് നടപ്പാക്കാൻ അവർ ശ്രമിക്കേണ്ടായി. അപ്പോൾ ആ നിലയിലുള്ളൊരു പരിശ്രമം കോൺഗ്രസിനകത്ത് നടത്തപ്പെട്ടതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആത്മാഭിമാന ബോധമുള്ള കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ്സായി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലമ്പൂരിൽ സൃഷ്ടിച്ചു. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. 2021 ഷൗക്കത്ത് കാലുവാരിയതുപോലെ ഇത്തവണയും ആരെങ്കിലും UDF കാലുവാരും അവിടെ മുന്നണിയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തവണയും ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും. അതായത് സർവ്വസ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയല്ല UDF ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. UDF പിന്തുണയ്ക്കുന്ന ഘടകങ്ങളുടെ സർവ്വസ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി തന്നെ UDF ഏറ്റവും വലിയ തുരുപ്പി സീറ്റായിട്ട് അവർ കണ്ടിരുന്ന ആരെയാ? അൻവറിനെയാണ്. അപ്പോൾ ട്രംപ് കാർഡിന് മൂല്യം കുറഞ്ഞ ഒന്നാണെന്നുള്ള സ്ഥിതി വന്നല്ലോ UDF. അപ്പോൾ UDF ഇവിടെ കാണിച്ച അമിത ആത്മവിശ്വാസമുണ്ട്. വലിയ തരത്തിൽ അവർ എളുപ്പത്തിൽ നോമിനേഷൻ കൊടുത്താൽ പിന്നെ ജയിച്ച സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയാൽ മതി എന്നുള്ള നിലയിലാണ് UDF പെരുമാറി തുടങ്ങിയത്. പക്ഷേ അതിന് 24 മണിക്കൂറിൻ്റെ ആയുസില്ല എന്നുള്ളതാണ്.